ഇൻവെർട്ടർ വയറിംഗ് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു തെറ്റായ വയറിംഗ് രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് വളരെ അപകട സാധ്യതയുള്ള ഒരു വയറിംഗാണ്. മിക്കവാറും പല സ്ഥലങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ഈ രീതിയിൽ ആരുടെയെങ്കിലും വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അത് മാറ്റി ശരിയായ രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ് സേഫ്റ്റി. അല്ലെങ്കിൽ ഏത് സമയത്തും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പോയിൻ്റ് ഒരു സിംഗിൾ സോക്കറ്റ് മാത്രം വെച്ചിട്ട് ഇൻവെർട്ടറിൻ്റെ ലോഡ് കണക്ട് ചെയ്യാനായിട്ട് ഒരു 3-പിൻ ടോപ്പാണ് കണക്ട് ചെയ്യാറുള്ളത്. അതേസമയം പല സ്ഥലങ്ങളിലും 2 സോക്കറ്റ് വെച്ചിട്ട് ഒരു സോക്കറ്റിൽ നിന്ന് മറ്റൊരു സോക്കറ്റിലേക്ക്, അതായത് ഒരു സോക്കറ്റിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് പോകും. ഇൻവെർട്ടറിൽ നിന്ന് ഇതുപോലെ ഒരു കേബിളിൽ 2 എൻഡിലും 2 ടോപ്പ് കണക്ട് ചെയ്തിട്ട് ഒരു എൻഡ് ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യും, മറ്റേ എൻഡ് അടുത്ത സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇത് വളരെ അപകടം നിറഞ്ഞതാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ സപ്ലൈ ഉള്ളൊരു സോക്കറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സാമ്പിൾ ഇത് ഔട്ട്പുട്ടിനുള്ള സോക്കറ്റും ഇത് ഇൻപുട്ടിനുള്ള സോക്കറ്റും ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ മെയിൻ സപ്ലൈ വന്ന് നിൽക്കും, ഇത് ഇൻവെർട്ടറിൻ്റെ ലോഡായിരിക്കും, ഇതിൽ സപ്ലൈ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ ഒന്നിൽ ഒരു ടോപ്പ് ഇതിൽ കണക്ട് ചെയ്ത് അടുത്ത ടോപ്പ് ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ വയ്ക്കുന്ന സമയത്ത് ഇൻവെർട്ടറിൻ്റെ മെയിൻ പ്ലഗ്, ഇൻവെർട്ടറിൻ്റെ സപ്ലൈ കണക്ട് ചെയ്യേണ്ട കോഡിൻ്റെ പ്ലഗ് ഈ സോക്കറ്റിൽ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ ഈ കേബിളിൻ്റെ ഒരു പ്ലഗ് കണക്ട് ചെയ്യും, അടുത്ത പ്ലഗ് ഇതിൽ കണക്ട് ചെയ്യും ഈ ഇൻവെർട്ടറിൻ്റെ ലോഡ് കണക്ട് ചെയ്യേണ്ട സോക്കറ്റിലേക്ക്. അങ്ങനെയാണ് ഈ പറഞ്ഞ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇൻവെർട്ടർ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇൻവെർട്ടറിൻ്റെ ബാക്കിലൊരു പ്ലഗ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈ നോക്കുമ്പോൾ ഈ സോക്കറ്റിൽ ഈ പ്ലഗിൽ സപ്ലൈ വരെയാണ്. ഒരു കാരണവശാലും 3-പിൻ ടോപ്പിൽ സപ്ലൈ വരാൻ പാടില്ല. അത് തിയറി പരമായിട്ടും റൂള് പരമായിട്ടും തെറ്റായ ഒരു രീതിയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇതുപോലെ 3-പിൻ ടോപ്പിൽ സപ്ലൈ വരാൻ പാടില്ല. ആരെങ്കിലും അറിവില്ലാത്തവർ ഈ പ്ലഗ് ഒന്ന് ഊരിയിട്ട് ഈ പ്ലഗിൻ്റെ എൻഡിൽ കൈവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കും. അതിന് വേറെ മാറ്റമില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും വീട്ടിൽ ഈ രീതിയിലുള്ള വയറിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി വയറിംഗ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒരു സോക്കറ്റ്, നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു സോക്കറ്റ് ഉണ്ടെന്ന് വയ്ക്കുക, ഈ ഒരു സോക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അടുത്തത് ലോഡിലേക്ക് പോകേണ്ട വയർ ബോക്സിൻ്റെ അടിയിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ഒരു ടോപ്പ് കണക്ട് ചെയ്യുക. ടോപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിനെടുത്ത് ഇതിൽ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഡിലേക്ക് മൊത്തം സപ്ലൈയും കിട്ടും. അപ്പോൾ ബൈ ചാൻസ് ഇൻവെർട്ടർ വയ്ക്കുന്ന സമയത്തായിരുന്നാൽ പോലും ഇൻവെർട്ടറിൻ്റെ ടോപ്പ് മെയിൻ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുക, ലോഡിലേക്ക് പോകേണ്ട 3-പിൻ ടോപ്പിനെടുത്ത് ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ 3-പിൻ ടോപ്പിൽ ഈ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഈ 3-പിൻ ടോപ്പിൽ സാധാരണ സിംഗിൾ വയറാണ് കണക്ട് ചെയ്യാറുള്ളത്. ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ന്യൂട്രലിലൂടെ കണക്ട് ചെയ്യുക. ഫേസ് വയർ മാത്രമാണ് കണക്ട് ചെയ്യാറുള്ളത്. ഇൻവെർട്ടറിൻ്റെ മെയിൻ പ്ലഗ് ഊരി വയ്ക്കുകയാണെങ്കിൽ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലോഡും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇൻവെർട്ടറിൻ്റെ മെയിൻ പ്ലഗ് ഊരി അതിൻ്റെ ന്യൂട്രൽ വയറിൽ പിടിക്കുകയാണെങ്കിൽ ഷോക്ക് അടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ന്യൂട്രൽ വയർ കൂടെ ബോക്സിനുള്ളിൽ നിന്ന് ഈ 3-പിൻ ടോപ്പിലേക്ക് ലിങ്ക് ചെയ്ത് വിടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.